ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ ശിവായേ നമഃ. ഓം പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം അജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വരീ നമഃ. നമോ നാരായണായ രക്ഷസമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമി ശരണം. ശ്രീ അന്നപൂർണേശ്വരി ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധീ നിലയാം ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. ശ്രീ മൂകാംബികാം സദാം. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വാൽമീകി രാമായണത്തിൻ്റെ ഈ പുണ്യമാർന്ന സങ്കല്പ തത്വചിന്തയിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഐശ്വര്യങ്ങളും നല്ലവരായിരിക്കും നമുക്കെല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകുന്നതിന് ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഐശ്വര്യ ചിന്തകളും ഗുണങ്ങളുമെല്ലാം നമുക്ക് ജഗദീശ്വരൻ ഐശ്വര്യദായകമായിട്ട് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഗുണകരമായി വന്നു ഭവിക്കുന്നതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളുടെയും ഐശ്വര്യത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഈശ്വരീയ സങ്കല്പത്തിൽ വിരാജിക്കുന്ന പ്രാർത്ഥനാ ദേവതകളാണ്. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഒരാൾ പറയുന്നത് എനിക്ക് ഗുരുവായൂരപ്പനാണ് എനിക്ക് പ്രാധാന്യമെന്ന്, ഒരാൾ പറയുന്നത് ഏറ്റുമാനൂരപ്പനാണെന്ന് പറയുന്നു, ഒരാൾ ശബരിമല ശ്രീ ധർമ്മശാസ്താവാണ് എന്നങ്ങനെ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന സങ്കല്പ തലങ്ങളിൽ ചിന്തിക്കപ്പെടുന്നു. അപ്പോൾ ആ ചിന്തിക്കുന്നതിൻ്റെ ഗുണത്തെ സങ്കല്പ തലങ്ങളെ ഓരോ തലത്തിലായിട്ടാണ് അതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ശ്രീമതി അജിത മുരളി നമസ്കാരം. ശ്രീദേവി നമസ്കാരം. അനുജ രഘുനാഥ നമസ്കാരം. സ്നേഹ പൂജമല്ലർ നമസ്കാരം. രാഗി പി നായർ നമസ്കാരം. രാധ സദാശിവൻ നമസ്കാരം.
ഗീതാജി പിള്ള നമസ്കാരം. സൈച്ചേട്ട നമസ്കാരം. മണികണ്ഠൻ നമസ്കാരം. അനുജ രഘുനാഥ് നമസ്കാരം. രാജേഷ് ശർമ്മ നമസ്തേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം പുണ്യകരമായിരിക്കുന്ന നന്മയുള്ള ദിവസങ്ങളായിട്ടാണ് എന്ന് ഏറ്റവും വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം. പ്രകാശ് ഇജി നമസ്കാരം. നമ്മളുടെ ഈ വാൽമീകി രാമായണ സങ്കല്പ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയതിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ വെൺമണി ശബരിമാമൂട്ടിൽ ദേവീക്ഷേത്രത്തിൽ ഈ വരുന്ന 5, 6, 7 3 ദിവസങ്ങളിലായിട്ട്, വെള്ളി ശനി ഞായർ 3 ദിവസങ്ങളിലായിട്ട് വാൽമീകി രാമായണ വിചാര തത്വസമീക്ഷയായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അവിടെ പ്രഭാഷണം മാത്രമാണ്. രാവിലെ മുതൽ വാൽമീകി രാമായണ സങ്കല്പങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെല്ലാവർക്കും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന്, അതിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രദീപ് TP നമസ്കാരം. രജനി രാമേന്ദ്രൻ നമസ്കാരം. അപ്പം അതൊരു വലിയ സന്തോഷകരമായിരിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് അതിപ്പോൾ എല്ലാവരെയും ഒന്നറിയിച്ചതാണ്. അപ്പം നമുക്ക് വാൽമീകി രാമായണത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്കൊക്കെ അറിയുന്ന കഥകളാണ്. സുധാബാലൻ നമസ്കാരം. സുധാബാലൻ ഒരുപാട് കാലമായി കണ്ടിട്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് എല്ലാം. പക്ഷേ എങ്കിൽ പോലും ഇവയിൽ കഥയുടെ ഭാഗങ്ങൾ പറയുന്നതിലെ ചില വ്യത്യാസങ്ങൾ ഈ വാൽമീകി രാമായണത്തിലുണ്ട്. അതാണ് ഇതിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാരണം. അപ്പുറത്ത് നമ്മളൊരു നല്ല കൂട്ടാൻ വെച്ചപ്പോൾ അതിനൊരല്പം എരി കൂടുതലായതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അമ്മമാർ എരി കുറച്ചുകൊണ്ട് ഒരല്പം മധുരം ചേർത്ത് ആ ഭക്ഷണം വിളമ്പി എന്നതുപോലെയാണ്. അപ്പോൾ കഴിക്കുവാനുള്ള സൗകര്യാർത്ഥം മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുന്ന തരത്തിലേക്കാണ് അധ്യാത്മരാമായണവും ഈ വാൽമീകി രാമായണവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ അധ്യാത്മരാമായണത്തിൽ അയോധ്യാകാന്ഡം തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും സീതാ ഉർമിള ശാംഭവി ശ്രുതകീർത്തി മാണ്ഡവിയും ശ്രുതകീർത്തിയും തുടങ്ങിയവരെല്ലാവരും അവിടെ അയോധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കേകയ രാജ്യത്തിൻ്റെ അധിപൻ തന്നെ അവിടെ വന്നു നിൽപ്പുണ്ട്. എന്തിനാണ്? തൻ്റെ സഹോദരി മക്കളായിരിക്കുന്ന ഭരത ശത്രുഘ്നന്മാരെ അവരുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഭരതനെ കൊണ്ടുപോകാനായി വരുമ്പോൾ ഉറപ്പാണ് ഭരതനോടൊപ്പം ശത്രുഘ്നൻ ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ഭരതനെ കൊണ്ടുപോകാനായിട്ട് എത്തിയ ആ ഏറ്റവും മാതുലകുലത്തിലേക്ക് പോകുന്ന ഭരതൻ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന സന്തോഷത്തോടു കൂടിയിട്ടാണ് അവിടേക്ക് പോകുന്നത് എന്നാണ് പറയുക. അങ്ങനെ അവിടേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ അയോധ്യയിൽ ചില ദുർനിമിത്തങ്ങൾ പലതും കാണുന്നത് മനസ്സിലാക്കിയ ദശരഥ മഹാരാജാവ് വസിഷ്ഠ കുലഗുരുവായിരിക്കുന്ന ആ വസിഷ്ഠ മഹർഷിയെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു പുതിയ ആശയമുണ്ടനോ. നമസ്കാരം. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് ആ തീരുമാനത്തിൻ്റെ അഭിപ്രായം അങ്ങയോട് ചോദിക്കുകയാണ് എന്ന് വസിഷ്ഠ മഹർഷിയോട് പറയുകയാണ് ദശരഥ മഹാരാജാവ്. അപ്പോൾ ചോദിച്ചു, എന്താണ് അങ്ങയുടെ പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വാർദ്ധക്യ സഹജമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മനസ്സും ശരീരവും പ്രവർത്തിക്കേണ്ട തലത്തിലൂടെ പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു. അപ്പം തൻ്റെ ശരീരം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ മനസ്സിന് ഒരു പരിധിക്കപ്പുറത്തെ ആ ശരീരത്തെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സ് പറയുന്നിടത്ത് എൻ്റെ ശരീരം ചെല്ലുന്നില്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികൾ ആ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ രാജ്യത്തിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമായിരിക്കുന്ന കാര്യമല്ല. അയോധ്യാധിപതിയായിരിക്കുക എന്ന് പറയുന്നത് തന്നെ
വലിയൊരു ഭാഗ്യമാണ്. ഒപ്പം അതുകൊണ്ട് അയോധ്യയിലെ നിവാസികൾക്ക് തന്നിൽ നിന്ന് കിട്ടേണ്ടതായിരിക്കുന്ന ഗുണഗണങ്ങൾ ലഭ്യമാക്കാൻ പറ്റാതെ വരുന്ന ഒരു തലം തനിക്കുണ്ടാകുന്നു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ താൻ സ്വയം അതിൽ നിന്ന് മാറുവാൻ തയ്യാറാകണം. അതുകൊണ്ട് എനിക്ക് രാജ്യഭരണങ്ങളിൽ നിന്ന് ഒരല്പം മാറ്റമുണ്ടാകണം, ഒരു വിശ്രമം എൻ്റെ ശരീരത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ അയോധ്യയുടെ ആധിപത്യം എന്ന് പറയുന്നത് രാമനെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, 100% എനിക്ക് അങ്ങനെ ഒരു നല്ല കാര്യമാണ് അങ്ങ് പറയുന്നത്. ഈ ലോകം മുഴുവൻ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 കൈയും നീട്ടി ഈ ലോകം മുഴുവൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് അടുത്ത മാർഗം എന്ന് ചോദിക്കുമ്പോൾ, ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്ന രാജാക്കന്മാരുണ്ട്. അവരെ എല്ലാം ഉടനെ വിളിച്ചു വരുത്തി. അവരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, രാമനെ യുവരാജാവാക്കണം. അതിനു വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ചോദിച്ചു എപ്പോഴത്തേക്കാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് പുണർദം നക്ഷത്രമാണ്. അപ്പം പുണർദം നക്ഷത്രം രാമന്റെ നാളൂടായതുകൊണ്ട് അത് സാധിക്കില്ല. പുണർദം കഴിഞ്ഞ് അടുത്തത് പൂയം നക്ഷത്രമാണ്. ആ പൂയം നക്ഷത്രത്തിൽ നമുക്ക് രാമനെ അഭിഷേകം ചെയ്യണം, അതായത് നാളെ. അപ്പം അതുകൊണ്ട് നാളെ എന്നൊരൊറ്റ ദിവസം ഈ ഒരു രാത്രി കഴിഞ്ഞ് വെളുക്കുമ്പോൾ അവിടെ രാമൻ അവിടെ പ്രധാനമായിട്ട് ഈ രാജ്യത്തിൻ്റെ യുവരാജാവാകും. അതിൻ്റെ മറ്റൊരു കാരണം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജാതക സംബന്ധമായിട്ട്, ദശരഥൻ്റെ ജാതക സംബന്ധമായിട്ട് പറയുന്ന സൂര്യനും രാഹുവും ചൊവ്വയും എന്ന് പറയുന്ന 3 ഗ്രഹങ്ങളുടെ നീചത്വം ഭവിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ മരണസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് വരെ കാരണമാകുമെന്ന് ബോധ്യമായതുകൊണ്ട് എത്രയും നേരത്തെ അല്ലെങ്കിൽ എത്രയും വേഗം അത് ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദശരഥൻ ഈ ഒരു കാര്യം എല്ലാവരോടും അറിയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരോടും അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അത് പരിപൂർണമായിട്ടും സമ്മതമാണ്. കാരണം ഇതിനകത്ത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയങ്ങളുമില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാം. അതിനായിട്ട് എല്ലാവരും തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ആ രാജ്യത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും ഈ അഭിപ്രായം അതിനെ അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് ആ കൊട്ടാരത്തിലേക്ക് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒപ്പം ആ രാജ്യത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും ഭരത, അപ്പം എല്ലാ രാജാക്കന്മാരും അവരവരുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് സഹിതമുള്ള അറിവുകൾ കൊടുത്തു. ഇങ്ങനെ ഒരു ശുഭകരമായിരിക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു, എല്ലാവരും അതിൻ്റെ പേരിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞു. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ ദശരഥ മഹാരാജാവിന് വളരെ സന്തോഷം തോന്നി. കാരണം തൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ വളരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാൻ തന്നോടൊപ്പമുള്ളവർക്ക് സാധിക്കുന്നല്ലോ, അതൊരു വലിയ കാര്യവും വലിയ ഭാഗ്യവുമാണല്ലോ എന്ന് മനസ്സിലാക്കിയ ദശരഥ മഹാരാജാവ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ദശരഥ മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, രാമൻ എത്രയും വേഗം വന്നെന്നെ കാണാൻ. അപ്പോൾ രാമനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ദശരഥ മഹാരാജാവ് ആളിനെ വിട്ട് രാമനെ വിളിപ്പിച്ചു. അങ്ങനെ രാമൻ വന്നിട്ട് രാമനോട് പറയുന്നുണ്ട്, നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്, അതിൻ്റെ വിശേഷത്തെ അറിയിക്കാനാണ് നിന്നെ വിളിച്ചത്. കാരണം എന്താണ്, നാളെ പൂയം നക്ഷത്രമാണ്. നാളെ മുതൽ നാളെ ഈ രാജ്യത്തിൻ്റെ രാജാവായി, യുവരാജാവായി നീ അഭിഷേകം ചെയ്യപ്പെടുകയാണ്, മാറപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ട് നീയും നിന്റെ സഹധർമ്മിണിയായിരിക്കുന്ന സീതയും കൂടി ഇന്ന് വ്രതമെടുക്കണം. ഇന്ന് രാത്രി അഹോരാത്രം വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. നാരായണനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദേവീദേവന്മാരെ എല്ലാവരെയും നന്നായി പ്രാർത്ഥിക്കണം. യാതൊരു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായി മംഗളകരമായിട്ടും മുന്നോട്ട് പോകണം എന്ന് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ രാമന് വളരെയധികം സന്തോഷവും ഇപ്പോൾ ആനന്ദവും തോന്നി. കാരണം തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യമാണല്ലോ തന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളത് വളരെയധികം എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തു. രാമൻ ഈ തീരുമാനത്തെ വളരെ ഭംഗിയായിട്ട് അത് സ്വീകരിച്ചിട്ട് പറഞ്ഞു, അതിനെന്താ, ഞാനും എൻ്റെ സഹധർമ്മിണിയും കൂടി ഇന്നത് വേണ്ട രീതിയിൽ അത് ചെയ്യാം എന്ന് പറയുകയായി. അങ്ങനെ രാമൻ സീതാദേവിയുടെ അടുക്കൽ ചെന്നിട്ട് തന്നെ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥനകളോടുകൂടി
നമ്മളുടെ ആചരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വരുത്തിക്കൊണ്ട്, കാരണം നാളെ മുതൽ പുതിയൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്, പുതിയൊരു സങ്കല്പ തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പുതിയ സങ്കല്പ തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെയധികം പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടണം. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ അതിന് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്ന് രാമൻ സീതാദേവിയോട് പറയുകയും അവർ കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം പൂജാകർമ്മങ്ങളും ഹോമാദികളും നടത്തി. അപ്പോഴേക്കും അവിടേക്ക് വസിഷ്ഠ മഹർഷി എത്തി രാമനെ കാണാൻ. രാമനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ നാളെ മുതൽ നാളത്തെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ രാജാവായി മാറപ്പെടുകയാണ്. നീ നിന്റെ ജീവിതത്തിൽ നീ ആർജിച്ചെടുത്തിട്ടുള്ള സകല വിദ്യാഭ്യാസങ്ങളെയും സകല വിദ്യകളും ഈ രാജ്യത്തിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ തന്നെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിനക്ക് യോഗ്യമാകുന്ന വിധത്തിലേക്ക് ജഗദീശ്വരൻ നിന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാമന് വളരെയധികം സന്തോഷമായി, വളരെയധികം ആനന്ദകരമായി തന്നെ നിൽക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? വസിഷ്ഠ മഹർഷി രാമനെ അനുഗ്രഹിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് തിരികെ പോയി. വസിഷ്ഠ മഹർഷി കൊട്ടാരത്തിലേക്ക് തിരികെ പോകുന്ന വഴികളിലെല്ലാം വളരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. സുഭാഷൻ നമസ്തേ, ബാലചന്ദ്രൻ നമസ്തേ. അപ്പം ആ റോഡ് സൈഡിലെല്ലാം ആ വഴിയോരങ്ങളിലെല്ലാം ആൾക്കാർ കൂടി നിൽക്കുന്നു. എല്ലാവരും വന്ന് വഴികളെല്ലാം അടിച്ച് വൃത്തിയാക്കി കൃത്യമാക്കി വെക്കുന്നു. ഒപ്പം അവിടെയെല്ലാം ചാണകമൊക്കെ തളിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കുന്നു. എല്ലാ വീടുകളും മോടി പിടിപ്പിക്കുന്നു. എല്ലായിടവും ആനന്ദകരമായിരിക്കുന്ന കുട്ടികളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അമ്മമാരെല്ലാം പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ, കാരണം എന്താണ്, ഇന്ന ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നാളെ എന്ന പ്രഭാതം, ഇന്നത്തെ ഈ ഒരു ദിവസം കഴിഞ്ഞ് നാളെ ഒരു പ്രഭാതം ഉണ്ടാകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഏറ്റവും ഈ അയോധ്യയ്ക്ക് അല്ലെങ്കിൽ അയോധ്യാവാസികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് ഓർത്തുകൊണ്ട് ആരും ഉറങ്ങുക പോലും ചെയ്യാതെ എല്ലാവരും തയ്യാറായിരിക്കണം എന്ന് പറയുന്നു. അല്പം താമസിക്കുന്നത് പോലും ശരിയാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ എല്ലാം വൃത്തിയാക്കി. അവരുടെ വീടുകളെല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് അവർ അലങ്കരിച്ചു. അവരെല്ലാവരും പുതുവസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. കാരണം അയോധ്യാധിപതിയായി മാറാൻ പോകുന്ന രാമന്റെ അഭിഷേകം കാണുന്ന സമയത്ത് ഏറ്റവും ശുഭകരമായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. അവർ പരസ്പരം നല്ല മന്ത്രങ്ങൾ ജപിക്കുന്നു. ആ പുതിയ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പുതിയ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന ഏറ്റവും മംഗളകരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറാകാനായിട്ട് അവർ ശ്രമിക്കുന്നതൊക്കെ വസിഷ്ഠ മഹർഷി കണ്ട് ആനന്ദത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ രാമന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു. അവർ ഉടനെ ഓടിച്ചെന്ന് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരത്തിലെത്തിയിട്ട് പറഞ്ഞു, ഒരു വലിയ സന്തോഷകരമായിരിക്കുന്ന ഒരു വാർത്ത കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കൗസല്യാദേവി എന്ന് പറയുന്നതിൽ അല്പം പിശുക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനകത്തിൽ ആലങ്കാരികമായിട്ടൊക്കെ. പക്ഷെ എങ്കിൽ പോലും ആ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആ മധുരതരമായിരിക്കുന്ന സന്തോഷ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അതാ ഈ രാജ്യത്തിൻ്റെ യുവരാജാവായിട്ട് രാമനെ മാറ്റപ്പെടുന്നു. നാളെ രാമന്റെ അഭിഷേകമാണ്, യുവരാജാവായിട്ടുള്ള അഭിഷേകമാണ്. അതിനു വേണ്ടിയിട്ട് ഈ അയോധ്യ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് നാളത്തെ സൂര്യന്റെ പ്രഭാതത്തെ കാത്തുകൊണ്ട്. അതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിരിക്കുന്ന ദിവസമാണ്. ഇത് ആദ്യം അമ്മയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ കൗസല്യാദേവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തൊക്കെ വന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ദാനമായിട്ടൊക്കെ കൊടുത്തു. എല്ലാവരും അത് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി പോയി. അപ്പോൾ അങ്ങനെ എല്ലായിടവും നല്ല സന്തോഷകരമായിരിക്കുന്ന ആനന്ദകരമായിരിക്കുന്ന ഒരു നിമിഷമായി മാറപ്പെട്ടു. അങ്ങനെ സന്തോഷവും ആനന്ദകരവുമായിരിക്കുന്ന ആ ഒരു വലിയ നിമിഷത്തെ കാത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാൻ പോകുന്നു. ആ ബുദ്ധിമുട്ടുകൾക്കുള്ള ചെറിയ അശുഭകരമായിരിക്കുന്ന സങ്കല്പ തലങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സങ്കല്പ തലങ്ങൾ അത് നമുക്കറിയാം, മന്ധരയും കൈകേയിയുടെ അഭിഷേക വിഘ്നമാണ്. അപ്പോൾ ഒരു മോശമായ ഒരു ഭാഗം പറഞ്ഞ് നിർത്തുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു അല്പം നേരത്തെ നിർത്തിക്കൊണ്ട് നാളെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് നമുക്ക് ആ പ്രഭാഷണം ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം നാളെ രാത്രിയിൽ എനിക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നാളെ വെക്കുവാണെങ്കിൽ
ഒരു മണി കഴിയും, 1 മണി മുതൽ ഒരു 2:30 വരെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നമുക്കത് പറയാം. നാളെ 1 മണിയാകുമ്പോൾ നമുക്ക് ഈ ലൈവിലേക്ക് എത്താം. എല്ലാവർക്കും അത് വരാൻ അന്നേരം സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് അത് കാണാം. നാളെ ഒരു സ്ഥലത്ത് പൂജയ്ക്ക് പോകേണ്ടതുണ്ട്. അപ്പം വൈകിട്ട് ആ പൂജ കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ചിലപ്പോൾ ഒരുപാട് രാത്രിയാകും. അപ്പോൾ അന്നേരം നമുക്കത് പറയാൻ പറ്റില്ല. പറയാതെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങോട്ട് തീരുകയില്ല. അപ്പം ഇന്ന് കൊട്ടാരത്തിലെ ആ സുന്ദരകരമായിരിക്കുന്ന നിമിഷത്തെ ഓർത്ത് നാളെ അയോധ്യാധിപനായിരിക്കുന്ന രാമൻ്റെ അഭിഷേകത്തെ കാത്തു നമുക്ക് ഈ ഒരു ദിവസം ഭഗവത് പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ ഈ ഒരു വിഷയം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്കത് സഭ നടത്താം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭരാത്രി.